ഹലോ ഫ്രണ്ട്സ്, ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല കോൾഡ് കാപ്പിച്ചീനോ ആണ്. നിങ്ങൾ കാപ്പിച്ചീനോ കണ്ട് കാണും, ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ കോൾഡ് കാപ്പിച്ചീനോ കാണുന്നത് അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു റെസിപ്പി വരുന്നത്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കോൾഡ് കാപ്പിച്ചീനോയുടെ റെസിപ്പി വേണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ശരിക്കും നല്ല അടിപൊളിയായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ബീറ്റർ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, ബീറ്റർ ഇല്ലാതെയും മിക്സിയിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബീറ്റർ ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിലിപ്സിൻ്റെ 300 വാട്ട്സിൻ്റെ ഈ ഒരു ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 7 വർഷമായിട്ടോ ഞാൻ ഇത് മേടിച്ചിട്ട്, ഇതുവരെയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കോഫി പൗഡർ എടുക്കുമ്പോൾ എല്ലാ കോഫി പൗഡറും പറ്റത്തില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അല്ലാത്ത കോഫി പൗഡറൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്, ശരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും ബീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോഫി പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കുക. ശരിക്കും 2 രൂപയുടെ പാക്കറ്റിലൊക്കെ വരില്ല, അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ, അതൊക്കെ പറ്റും. അപ്പോൾ ഇനി സെയിം ഇതേ കപ്പിന് തന്നെ 2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇരട്ടി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി സെയിം കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പിന് സെയിം 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ആദ്യം 1/4 കപ്പ് കോഫി പൗഡർ ചേർക്കുക, പിന്നെ അതേ സെയിം കപ്പിന് തന്നെ 2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക, പിന്നെ അതേ സെയിം കപ്പിന് 1 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡിൽ ഇട്ടിട്ട് ഫസ്റ്റ് ബീറ്റ് ചെയ്യുക, മെല്ലെ സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മെല്ലെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ സാധാരണ കോഫി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ എത്ര ടൈം ഇങ്ങനെ ഇട്ട് ബീറ്റ് ചെയ്താലും ഇങ്ങനെ ശരിയായിട്ട് വരത്തില്ല. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റൊക്കെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി വീണ്ടും ബാക്കി വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക, വീണ്ടും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കപ്പെന്ന് പറയുന്നത്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ചെറിയ കപ്പെന്ന് പറയുന്നത് 1/4 കപ്പാണ്, അതായത് 4 ടേബിൾ സ്പൂൺ ആട്ടോ. അപ്പോൾ ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അളവൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, എന്നാലേ നന്നായിട്ട് വരത്തുള്ളൂ. ഇനി വീണ്ടും ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ കപ്പെന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഹൈ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ സാധാരണ കോഫി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര നന്നായിട്ട് വരത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തു. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് വിപ്പിംഗ് ക്രീം പോലെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ 1/4 കപ്പേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇതിപ്പോൾ അളവിച്ചിട്ട് നല്ല കൂടുതലുണ്ട്. അപ്പോൾ ഞാനിനി മിക്സിയുടെ ജാറിൽ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കാം. എൻ്റെ മിക്സിയുടെ ജാറ് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. കാരണം ഇതിപ്പോൾ ഞാൻ തോനെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇരട്ടി പഞ്ചസാരയാണ് ചേർക്കേണ്ടത്, അതായത് 4 ടീസ്പൂൺ ഷുഗർ ചേർക്കുക. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ അളവ് കൂട്ടിയെടുക്കുക, നിങ്ങളുടെ ജാറിൻ്റെയൊക്കെ വലുപ്പം അനുസരിച്ച്. വളരെ കുറച്ചാണെങ്കിലും ഇത് ശരിയായിട്ട് വരത്തില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രമാത്രം നന്നായിട്ട് വരുന്നുണ്ടെന്ന്. ശരിക്കും നമ്മൾ മിക്സിയുടെ ജാറിൽ ചെയ്തത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്ത് അത്രയും വന്നിട്ടില്ല, എങ്കിലും നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മിക്സിയുടെ ജാറിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ശരിക്കും ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് നമ്മൾ കൈ വെച്ച് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴും നന്നായിട്ട് വരും കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതി. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന അതേ ക്രീമി ആയിട്ടാണ് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ
ചെയ്ത് നോക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. നമ്മൾ കോൾഡ് കാപ്പുച്ചിനോ അല്ലേ റെഡിയാക്കുന്നത്. അപ്പോൾ അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു കാപ്പുച്ചിനോ റെഡിയാക്കുന്നത് ആ സമയത്ത് ഇത് പുറത്തെടുത്താലും മതിയാവും. ഇനി ഇതിൽ നിന്നും ഒരു 4-5 ടേബിൾ സ്പൂണോളം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കുക. ഇത് മെയിനാണ് കേട്ടോ, ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ ഒരു 5-6 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2.5 ഗ്ലാസോളം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കോൾഡ് കാപ്പുച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല പതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്താൽ മതി കേട്ടോ. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ്സിൽ ഈ കാപ്പുച്ചിനോടെ ഈ ഒരു ക്രീം കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നേരെ നമ്മുടെ കാപ്പുച്ചിനോടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഒന്നും കൂടെ ഒന്ന് ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ക്രീം നേരെ ഇതേ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ടോപ്പിലൊന്ന് ഇങ്ങനെ വരച്ചെടുക്കാനോ കേട്ടോ. ശരിക്കും നല്ല വിപ്പിംഗ് ക്രീം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കോഫി പൗഡർ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറി വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത ആ ഒരു റെസിപ്പി കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ ഒരു ക്രീം ബാക്കി വന്നത് ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ടാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് ജ്യൂസ് അടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് ഫെയിലായിട്ടുള്ള റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം ചെയ്ത കേട്ടോ. അതായത് സാധാരണ കോഫി പൗഡറാണ് ഞാൻ എടുത്തത്. ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഇൻസ്റ്റൻ്റ് ആയിരുന്നില്ല. അപ്പോൾ നല്ല തരിതരിപ്പുള്ള കോഫി പൗഡർ നമുക്കിത് ശരിയാവത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫൈൻ പൗഡറായിട്ടിരിക്കുന്ന കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അത് നന്നായിട്ട് വരും. ഇത് ഞാൻ ഫസ്റ്റ് തണുത്ത വെള്ളമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയതാട്ടോ. പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബീറ്റ് ചെയ്തിട്ട് എത്ര ബീറ്റ് ആക്കിയിട്ടും ബീറ്റ് ചെയ്തിട്ടും ഇതുപോലെ തന്നെയായിരുന്നത്. മാത്രമല്ല എല്ലായിടവും തെറിച്ച് ആകെപ്പാടെ വൃത്തികേടായിപ്പോയി. പിന്നെ ഇത് ഞാൻ സെക്കൻഡ് ചെയ്തതാണ്. സെയിം അതേ കോഫി പൗഡർ വെച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പഞ്ചസാര പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഇതിന് മുമ്പും ഇതേ സെയിം കോഫി പൗഡർ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതേ ബീറ്റ് ചെയ്ത് കുഴഞ്ഞു കേട്ടോ. കുറേ സമയം ബീറ്റ് ചെയ്തു. എന്നിട്ടും ഇത് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, അതേപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ കോഫി പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.